നമസ്കാരം. ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസ് 12,000-ഓളം ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ടെക്കി ലോകത്തടക്കം വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വളർച്ചയാണ് ഇത്രത്തോളം മനുഷ്യ വിഭവശേഷി വേണ്ടാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് ധനം ഓൺലൈൻ പോലെയുള്ള മറ്റ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വാർത്ത TCS നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ഗൗരവം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ ഒരു ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് പുറത്തേക്ക് ഇറക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഉദ്ദേശിച്ച അത്ര നൈപുണ്യശേഷി ഇല്ലാത്തത് കൊണ്ടാണ് തീരുമാനമെന്നാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ കൃത്തിവാസൻ വിശദീകരിച്ചത്. അരനൂറ്റാണ്ടിനിടയിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിൽ ഇങ്ങനെയൊരു കൂട്ട പിരിച്ചുവിടൽ ഉണ്ടായിട്ടില്ല. നിയമന സമയത്ത് നൈപുണ്യശേഷി വലിയൊരളവിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. നിർമ്മിത ബുദ്ധി വലിയ രീതിയിൽ IT രംഗത്ത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ടെക്കുകൾക്ക് മുന്നിൽ AI ഒരു വില്ലനായി മാറിയിരിക്കുകയാണ്. 2% വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുക എന്നാൽ AI ഉപയോഗപ്പെടുത്തിയോ അല്ലാതെയോ ഒരു സ്ഥാപനം ചെലവുകൾ കുറയ്ക്കുന്നു എന്നുകൂടിയാണ് ഇതിന്റെ അർത്ഥം. ഉൽപാദന കുറവൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അത് കമ്പനിയുടെ ലാഭം സ്വാഭാവികമായും വർദ്ധിപ്പിക്കും. ജീവനക്കാരുടെ സ്ഥിതി എന്തായാലും കമ്പനിയെയും നിക്ഷേപകരെയും സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായും ഒരു ആഹ്ലാദകരമാണ്. എന്നാൽ ഓഹരി വിപണിയിലേക്ക് നോക്കുക. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ TSന്റെ ഓഹരി വില 2%-ഓളം ഇടിയുകയാണ് ചെയ്യുകയുണ്ടായത്. ആ കമ്പനിയുടെ മാത്രമല്ല സകല IT കമ്പനികളുടെ ഓഹരി വിലയും ഇടിവ് നേരിടുന്നു. ഗ്ലാമർ ജോലിയുടെയും ബ്ലൂ ചിപ്പ് കമ്പനിയുടെയും പ്രതിച്ഛായ നൽകാൻ ഇത്രകാലം IT മേഖലയ്ക്ക് കഴിഞ്ഞെങ്കിൽ കടുത്ത മത്സരവും അതോടൊപ്പം തന്നെ ആഗോള സാഹചര്യങ്ങളും സ്ഥിതിയൊക്കെ മാറ്റുന്നുണ്ട് എന്ന യാഥാർത്ഥ്യമാണ് TCSലെ പിരിച്ചുവിടൽ പുറത്തു വരുന്ന വാർത്തകൾ. ഈ ബിസിനസ്സിൽ ഡിമാൻഡ് ഇടിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം IT കമ്പനികളിലും അതോടൊപ്പം തന്നെ ഒരുപോലെ ആകണമെന്ന നിലയിലില്ല. ചിലർക്ക് പുതിയ അവസരങ്ങൾ നൽകിയെന്ന് വരാം. IT കമ്പനി ഓഹരികളുടെ ഇടിവ് TCSലെ പിരിച്ചുവിടൽ പ്രഖ്യാപനത്തോടെ അല്ല തുടങ്ങുന്നത്. ഈ വർഷം 7-ാം മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഓഹരി വില ഇടിഞ്ഞിരിക്കുന്നത് 25%-ഓളമാണ്. മറ്റ് പല IT കമ്പനികളും ഇടിവിൽ തന്നെയാണ്. ഘടനാപരമായ മാറ്റം സംഭവിക്കുന്ന IT മേഖലയിൽ നിന്ന് നിക്ഷേപത്തിന് ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധന നിക്ഷേപകർ നടത്തിവരും. കാരണം പെട്ടെന്ന് വന്നു പോകുന്ന ഒരു പ്രതിസന്ധിക്ക് മുന്നിലല്ല ഈ മേഖല. AI അടിസ്ഥാനപരമായി IT മേഖലയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന മുന്നറിയിപ്പ് ടെക്കുകൾക്ക് വീണ്ടും ഒരു പുനർചിന്ത കൂടി നൽകുന്നുണ്ടെന്ന് കൂടിയാണ് യാഥാർത്ഥ്യം. TCSലെ കൂട്ട പിരിച്ചുവിടൽ ഇനി വരും ദിവസങ്ങളിൽ ഈ വാർത്ത, അതായത് മറ്റു ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത എന്താണോ, അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു കരുതിക്കൂട്ടി ഒരു വാർത്ത പുറത്തിറക്കിയതാണോ, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സ്റ്റാഫുകളുടെ ഇടയിൽ വന്ന എന്തെങ്കിലും ഒരു പ്രശ്നമാണോ എന്നുള്ളത് കൃത്യമായൊരു വാർത്ത വരും ദിവസങ്ങളിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ CEO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അടക്കം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമെന്നാണ് നമുക്ക് വരുന്ന സൂചനകൾ.